ഹലോ ഗൈസ്, ഹായ്. നമ്മളിന്നതൊക്കെ നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ പുതിയ റിലീസ് വീഡിയോ ആയിട്ടാണ്. ഇന്നെന്ന് വെച്ചാൽ അനാർക്കിയെ കുറിച്ച് തന്നെ പറയാനാണ്. അനാർക്കിയിൽ എങ്ങനെ ജോയിൻ ചെയ്യാം, അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ഡിസ്കോഡ് സെർവർ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് അനാർക്കിയിൽ സെർവർ ഐ പി ചാനൽ കയറി നിങ്ങൾക്ക് സെർവറിൻ്റെ IP കിട്ടുന്നതായിരിക്കും. ജാവ പ്ലസ് ബിഡ്രോക്കാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞതാണ്. പിന്നെ ഇന്ന് നമ്മൾ സെർവർ ജോയിൻ ചെയ്തതിന് ശേഷം ഡിസ്കോഡ് സെർവർ കയറുക, ജോയിൻ ചെയ്യാനും. പിന്നെ അപ്പോൾ നിങ്ങൾ സെർവർ കയറും, സെർവർ കയറി IP ഒക്കെ അടിച്ച് വരുമ്പോഴത്തേക്കും ഇങ്ങനെ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുന്നത് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ കയറുക, സെർവർ കയറുമ്പോൾ രജിസ്റ്റർ കാണിക്കും. എന്നിട്ട് ഇവിടെ /രജിസ്റ്റർ ടൈപ്പ് ചെയ്യുന്നിടത്ത് കയറി മെസ്സേജിനകത്ത് കയറി /രജിസ്റ്റർ എന്ന് അടിക്കും. ചാറ്റിനകത്ത് കയറിയിട്ട് /രജിസ്റ്റർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡ് കൊടുക്കുക. അത് ചിലപ്പം ആ ഒരു പാസ്വേഡ് 2 വട്ടം കൊടുക്കണം, കാരണം അത് രജിസ്റ്റർ ആവാൻ വേണ്ടി എനിക്ക് 2 വട്ടം കൊടുക്കണം പാസ്വേഡ്. അപ്പോൾ അതുകൊണ്ട് ഈ സെയിം പാസ്വേഡൊന്നും നിങ്ങൾ അടിക്കുക വെക്കില്ല. ഇത് ഏകദേശം എക്സാമ്പിൾ കാണിച്ചെന്നാൽ രജിസ്റ്റർ എന്ന് വെച്ചാൽ ആ പാസ്വേഡ് അടിച്ചതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ലോഗിനാവും, രജിസ്റ്റർ ആവും. പിന്നെ നിങ്ങൾക്ക് വീണ്ടും സെർവറിൽ ലെഫ്റ്റ് ആയതിനു ശേഷം വീണ്ടും കയറണമെങ്കിൽ ലോഗിൻ നിങ്ങൾ ആപ്പ് നേരത്തെ അടിച്ച ആ ഒരു പാസ്വേഡ് 1 വട്ടം മാത്രം അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് സെർവറിൽ കയറുന്നതായിരിക്കും. പിന്നെ നമ്മുടെ സെർവർ കയറണം ഞാൻ പറഞ്ഞ ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി. ലെഫ്റ്റ് ആയതിനു ശേഷം എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക, എന്നാലും നിങ്ങൾ ലോഗിൻ ആവും. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സെർവറിൽ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നമ്മൾ പകുതിക്ക് വെച്ച് കട്ടായി പോയിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം സോറി പറയുന്നു. കാരണം വെച്ചാൽ നമ്മൾ കോപ്പറേറ്റ് ക്ലെയിം അടിച്ചതിന് ശേഷം അതുകൊണ്ട് നമ്മൾ കോപ്പറേറ്റ് ക്ലെയിം അടിച്ചപ്പോൾ നമ്മുടെ റിമൂവ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് സോങ് റിമൂവ് ചെയ്താണ്. അതിൻ്റെ കൂടെ സൗണ്ട് കൂടെ പോയി ഇടയ്ക്ക് വെച്ചാണ് പോയി. മൊത്തം വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും. പിന്നെ ഞാൻ വീഡിയോ റിമൂവ് ചെയ്യുന്നത് വെച്ചാൽ ഫുൾ ഇപ്പം നേരത്തെ കുറച്ച് പ്ലേയേഴ്സ് കുറച്ച് ആൾക്കാർ വീഡിയോ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാൻ പറ്റുന്ന എന്തെന്ന് വെച്ചാൽ നമ്മൾക്ക് വെരിഫിക്കേഷൻ കിട്ടിയിട്ടില്ല. വെരിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നമുക്ക് വെരിഫിക്കേഷനൊക്കെ കിട്ടും. 100 സബ്സ്ക്രൈബേഴ്സാണ് നമ്മുടെ ടാർഗറ്റ്. 81 സബ്സ്ക്രൈബേഴ്സിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് നോക്കിയവരോടെല്ലാം നോക്കുന്നത്. പിന്നെ നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ ജോയിൻ ചെയ്യുക, മൈൻക്രാഫ്റ്റിൻ്റെ പവർ കാണിക്കുക. പിന്നെ നമ്മുടെ സെർവറിലെ പുതിയ അപ്ഡേറ്റ്സ് എന്ന് പറയുമ്പം നമ്മുടെ സെർവറിലെ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. സെർവർ സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ നമ്മുടെ സെർവറിൽ ഒരു ചാനലുണ്ട്. സെർവർ ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. സെർവർ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ കയറി അവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സെർവർ ഓഫ്ലൈൻ ആണെങ്കിൽ ഓഫ്ലൈനും കാണിക്കും, സെർവർ ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈനും കാണിക്കും. ഓൺലൈനിൽ എത്ര പ്ലേസ് ഉണ്ടെന്ന് അറിയാം. പിന്നെ അതിനനുസരിച്ച് നിങ്ങൾക്ക് സെർവറിൽ കയറാം. പിന്നെ ഇപ്പം അതിനകത്ത് ഇപ്പോൾ എവരി 30 സെക്കൻഡ്സിലും ആ ഒരു സെർവർ ചെക്ക് ചെയ്യും. ആ ഒരു ബോട്ട് നമ്മുടെ സെർവർ ഓൺലൈൻ ആണെന്ന് എവരി 30 സെക്കൻഡ്സിൽ നോക്കും. പിന്നെ നമ്മുടെ സെർവറിൽ ഇപ്പം രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സെർവറിൽ ഇരുന്ന് കളിക്കാതെ തന്നെ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്യാം. നമുക്ക് ഡിസ്കോഡ് സെർവറുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഡിസ്കോഡ് സെർവറിൽ ഇരുന്ന് ചാറ്റ് ചെയ്യാം. എന്നിട്ട് ചാറ്റ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്യാം. അവർ MC ഇരിക്കുക മൈൻക്രാഫ്റ്റ് കളിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് ചാറ്റ് ചെയ്യാം. പിന്നെ വേറെ അപ്ഡേറ്റ്സ് എന്ന് പറയുമ്പം ഇപ്പോൾ ഇത്രയും അപ്ഡേറ്റ്സൊക്കെ വന്നിട്ടുള്ളൂ. പിന്നെ സെർവറിനകത്ത് ഇപ്പം അത്യാവശ്യം പ്ലേസൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് അറ്റർനോസ് നിങ്ങളുടെയൊക്കെ സെർവറിൽ കയറാൻ നിങ്ങൾക്ക് സെർവർ ഓൺ ആക്കണമെങ്കിൽ ആക്സസ് വേണമെങ്കിൽ നിങ്ങൾ അവിടെ ഒരു ചാനലുണ്ട്, അറ്റർനോസ് ID എന്ന് പറയുന്നത്. അറ്റർനോസ് ID യൂസർ നെയിം ID എന്ന് പറയുന്ന ചാനലുണ്ട്. ആ ചാനലിൽ കയറി നിങ്ങൾ യൂസർ നെയിം അടിച്ചു കൊടുക്കുക. അറ്റർനോസ് ID കിട്ടണമെങ്കിൽ യൂസർ നെയിം വേണമെങ്കിൽ നിങ്ങൾ അറ്റർനോസിൻ്റെ പേജിൽ കയറി അവിടെ യൂസറിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പം യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുന്ന ശേഷം നിങ്ങൾ ഇപ്പം ആ ഒരു ചാനൽ ഇട്ട് കൊടുക്കുക. അന്നേരം നിങ്ങളുടെ ഇൻ്റർവേർഡ് നിങ്ങൾക്ക് ആക്സസ് തരുന്നതായിരിക്കും ഓണാക്കാൻ. അന്നേരം നിങ്ങൾ സെർവർ എപ്പോൾ വേണമെങ്കിലും ഓണാക്കാം, കളിക്കാം. അല്ലാത്തപ്പോൾ നമ്മൾ ഓണാക്കി കൊടുക്കുന്നതായിരിക്കും. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സെർവർ അപ്ഡേറ്റ്സ്. പിന്നെ പ്രത്യേകിച്ച് വേറെ അപ്ഡേറ്റ്സ് എന്ന് പറയാനൊന്നുമില്ല. പിന്നെ നമ്മുടെ സെർവറിൽ ഇപ്പം അത്യാവശ്യം പ്ലേസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് കളിക്കണമെന്നുള്ളവരാണെങ്കിൽ ജസ്റ്റ് നമ്മളിപ്പം ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. ഇതൊക്കെ തന്നെയാണ് പറയാൻ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ഇടണമെന്നുള്ളവർക്കും ബൈ, സീ യു.